എല്ലാവർക്കും A to Z-ന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് കേരള PSC വഴി അല്ലാതെ ഇപ്പോൾ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ വന്നിരിക്കുകയാണ്. ഏകദേശം മിനിമം നിങ്ങൾക്ക് 7ാം ക്ലാസ് മിനിമം ഉള്ളവർക്കും അതുപോലെ തന്നെ 10ാം ക്ലാസ് ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി റീബിൽഡ് കേരള പുതിയ പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് വിവിധ തസ്തികകളിലേക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ക്ഷണിച്ചത്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കേരള PSC വഴി അല്ലാതെ സെൻറ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന് കീഴിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 13/4/2022 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ 27/4/2022 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഓരോ പോസ്റ്റുകളും അതിലേക്ക് വരുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ IT ഓഫീസർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് ഒരു വേക്കൻസിയാണ്. Mtech, ME, Btech, BE, MCA, MSc കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 32,560 വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതാണ്. പിന്നെ ക്ലർക്ക് എന്ന് പറഞ്ഞ ഒഴിവിലേക്ക് 2 വേക്കൻസി ഉണ്ട്. അതിലേക്ക് SSLC എക്സാമിനേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 25 വയസ്സാണ് അതിലേക്ക് പറഞ്ഞ ഏജ് ലിമിറ്റ്. 21,175 വരെയാണ് ശമ്പളം ലഭിക്കുക. പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് 2 വേക്കൻസിയാണ്. അല്ലെങ്കിൽ അതിലേക്ക് SSLC ഓർ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ, അതിലേക്ക് KGT സർട്ടിഫിക്കറ്റ് കൂടി വേണം. 25 വയസ്സുകൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. 21,175 രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന സാലറി. പിന്നെ ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് 2 വേക്കൻസി ഉണ്ട്. അതിലേക്ക് 7th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കാം. അതുപോലെ തന്നെ 7th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം, പക്ഷേ നിങ്ങൾ ഗ്രാജുവേഷൻ ആവാൻ പാടില്ല എന്നുകൂടി പറഞ്ഞു. ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് 25 വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. 18,390 ഇതിലേക്ക് പറഞ്ഞ ശമ്പളം. അപ്പോൾ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കും. 2 വർഷത്തായിരിക്കും ഇനീഷ്യലായിട്ട് 2 വർഷമായിരിക്കും ഇതിൻ്റെയൊക്കെ നിയമനം ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ഷുവറായിട്ട് പറയുന്നില്ല, എന്നാലും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. 1/4/2022 കണക്കാക്കിയിട്ടായിരിക്കും ഏജ്, ക്വാളിഫിക്കേഷൻ എന്നിവ കണക്കാക്കുന്നത്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിലെ അപ്ലിക്കേഷൻ്റെ എണ്ണത്തിനനുസരിച്ച് റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ ഉണ്ടായിരിക്കാം. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് യാതൊരു അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുവഴി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.